നമസ്കാരം. FTV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് ദുരന്തത്തിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ. ദുരന്തങ്ങൾ ലഘൂകരിക്കാൻ ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും VD സതീശൻ. തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട തടവുപുള്ളി ശ്രീലങ്കൻ നേവിയുടെ പിടിയിൽ. പ്രതി അജിത് കിഷൻ പെരേര പിടിയിലായത് കന്യാകുമാരിയിൽ നിന്ന് ലങ്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ പെരേര പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത് അയ്യന്തോൾ കോടതി പരിസരത്ത് വെച്ച്. പട്ടാമ്പി നഗരത്തിൽ അപകട ഭീഷണിയായ പാതയിലെ കുഴികൾ അടയ്ക്കാൻ നടപടിയായി. പ്രവൃത്തി KRFBയുടെ നേതൃത്വത്തിൽ. സത്വര നടപടി ആരംഭിച്ചത് നഗരത്തിലെ കുഴിയിൽ വീണ് ഇരുചക്രവാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ. അപകടക്കെണിയായി തൃശൂർ പോട്ട സിഗ്നൽ ജംഗ്ഷൻ. സിഗ്നൽ ജംഗ്ഷന് സമീപം ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം കൂട്ടിയിടിച്ചത് 7 വാഹനങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് ദുരന്തത്തിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിന് ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് വയനാടിനൊരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വാർണിംഗ് സിസ്റ്റത്തിന്റെയും ഇവാക്യുവേഷൻ പ്ലാനിന്റെയും അഭാവമാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷേ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ മിറ്റിഗേഷൻ പ്ലാനാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. അതിന് കേന്ദ്രത്തിന്റെ സഹായം വേണം. തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട തടവുപുള്ളി പിടിയിൽ. ശ്രീലങ്ക സ്വദേശി അജിത് കിഷൻ പെരേരയാണ് ലങ്കൻ നേവിയുടെ പിടിയിലായത്. അയ്യന്തോൾ കോടതി പരിസരത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയാണ് ശ്രീലങ്കയിൽ പിടിയിലായത്. യമഹയുടെ ബോട്ട് ഉപയോഗിച്ച് ലങ്കയിലേക്ക് കടക്കുന്നതിനിടയിൽ ശ്രീലങ്ക അതിർത്തിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. ശ്രീലങ്കൻ നേവി അതിർത്തിയിൽ വെച്ച് അജിത് കിഷൻ പെരേരയെ പിടികൂടുകയായിരുന്നു. കന്യാകുമാരിയിൽ നിന്നാണ് അജിത് ശ്രീലങ്കയിലേക്ക് കടന്നത്. അവശനിലയിലായ അജിത്തിനെ ശ്രീലങ്കയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. രാജ്യാന്തര ഉടമ്പടി പ്രകാരം പ്രതിയെ ഇന്ത്യയിൽ എത്തിക്കാൻ നീക്കം ആരംഭിച്ചു. തൃശൂരിലെ കോടതിയിൽ നിന്ന് പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് അജിത് കിഷൻ പെരേര. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നഗരത്തിൽ യാത്രാ ദുരിതം തീർത്തിരുന്ന റോഡിലെ അപകടക്കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. KRFBയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. നടപടി കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ ഇരുചക്രവാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ. പട്ടാമ്പി നഗരത്തിലെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നിരവധി ദിവസങ്ങളായി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം കൽപ്പക സ്ട്രീറ്റിനു സമീപത്തെ കുഴിയിൽ ബൈക്ക് മറിയുകയും ബൈക്ക് യാത്രക്കാരൻ ബസ് കയറി മരിക്കുകയും ചെയ്തതോടെയാണ് അധികൃതരുടെ കണ്ണു തുറന്നത്. പട്ടാമ്പിയിലെ മരണക്കുഴികളിൽ അപകടം കാത്തിരിക്കുന്നുവെന്ന മുന്നറിയിപ്പുമായി നിരവധി സമരങ്ങൾ നടന്നിരുന്നു. കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും നടത്തിയ സമരത്തിനാണ് മണിക്കൂറുകൾ കൊണ്ട് ഫലം കണ്ടത്. KRFBയുടെ നേതൃത്വത്തിലാണ് കുഴി അടയ്ക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ റോഡിലെ കുഴിയിൽ ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് പരുതൂർ സ്വദേശിയായ വിമുക്ത ഭടന് ദാരുണാന്ത്യമുണ്ടായത്. നഗരത്തിലെ റോഡിലെ കുഴികൾ കാരണം ജനങ്ങളും വാഹനയാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് നിരവധി തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡിലെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമായി നിരവധി കാരണങ്ങളാണ് അധികൃതരും ജനപ്രതിനിധികളും പറഞ്ഞിരുന്നത്. ഒടുവിൽ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ജനങ്ങളുടെ ഏറെ നാളായുള്ള ആവശ്യത്തിനു നേരെ മുഖം തിരിച്ച ഉദ്യോഗസ്ഥർക്ക് കണ്ണു തുറക്കാൻ റോഡിലൊരു മനുഷ്യജീവൻ കുഴുതി കൊടുക്കേണ്ടി വന്നു എന്നത് ദൗർഭാഗ്യകരമായ അവസ്ഥാവിശേഷം കൂടിയാണ്. പട്ടാമ്പിയിലെ റോഡിന്റെ ഇന്നലെ ഒരാൾ ആ കുഴിയിൽ വീണ് അദ്ദേഹം കുഴി വെട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പുറകെ വന്ന ബസ് കയറി മരിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ഇന്നലെ യൂത്ത് കോൺഗ്രസ് പട്ടാമ്പിയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടത്തിയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ റോഡ് ശരിയാക്കിയില്ലെങ്കിൽ, ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ അറിയിച്ചിരുന്നു. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടെന്നോണം ഇന്ന് പട്ടാമ്പി ടൗണിലെ കുഴികൾ അടയ്ക്കാൻ അധികൃതർ എന്തായാലും തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അപകടക്കെണിയായ തൃശൂർ പോട്ട സിഗ്നൽ ജംഗ്ഷൻ. സിഗ്നൽ ജംഗ്ഷന് സമീപം ദേശീയപാതയിൽ 7 വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറിലധികം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ 15 ദിവസത്തിനിടെ 5 വാഹനാപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 ലോറികളും 5 കാറുകളുമാണ് കൂട്ടിയിടിച്ചത്.
ലോറി ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മോട്ടോർ ബൈക്ക് യാത്രക്കാരന്റെ മരണത്തെ തുടർന്ന് ഇവിടെ പോലീസ് ഡ്യൂട്ടിക്കുണ്ടെങ്കിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം നീണ്ടുപോകുവാനാണ് സാധ്യത. ദേശീയപാതയിലെ പ്രധാന അപകട മേഖലയാണ് പോട്ട സിഗ്നൽ ജംഗ്ഷൻ. അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാതയിലേക്കുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടാൻ സ്ഥലം സന്ദർശിച്ച ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പ്രദേശവാസികളിൽ ചിലരുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം നീണ്ടുപോവുകയാണ്. അടിയന്തരമായി പ്രവേശന കവാടം അടച്ചുകെട്ടാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഇനിയും പോട്ട ജംഗ്ഷനിൽ ജീവനുകൾ പൊലിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിയിൽ കലാഗ്രാമം കലാസാഹിത്യ സാംസ്കാരിക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗവും നടന്നു. പട്ടാമ്പി പന്തക്കിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് കലാഗ്രാമം കലാസാഹിത്യ സാംസ്കാരിക സമിതി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കലാഗ്രാമം പ്രസിഡന്റ് ടി.സി. ഗോപി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പാട്ട് പാടണം, ഒരു പാട്ട് ആപാലവൃദ്ധജനങ്ങൾക്കും ചെറിയ കുട്ടികൾ മുതൽ ഒരു 100 വയസ്സ് ആയ ആളും ഒരു പാട്ട് പാടാം എന്നുള്ള ഒരു ആഗ്രഹം. അവർ വലിയ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരൊന്നും ആവില്ല. സ്റ്റേജിലൊന്നും പാടാൻ തന്നെ അവസരം കിട്ടാത്ത ഒട്ടേറെ വ്യക്തികൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായും അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് അവർക്ക് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ആശയങ്ങൾ അത് പാട്ട് മാത്രമല്ല. ചടങ്ങിൽ പി.കെ. കുട്ടൻ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ, കെ.പി. അഷ്റഫ്, താജുദ്ദീൻ, ബഷീർ, നീലാംബരി തുടങ്ങിയവർ സംസാരിച്ചു. 1ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള വിപുലമായ സ്വാഗത സംഘ രൂപീകരണ യോഗവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചാവക്കാട് തിരുമത്ര പുതിയറയിൽ ഭൂമിക്കടിയിലുണ്ടായ പ്രകമ്പനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ. സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകുമെന്നും ഇതെല്ലാം ഭൂചലനമായി കണക്കാക്കാനാകില്ലെന്നും അധികൃതർ അറിയിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ മേഖലയിൽ സന്ദർശനം നടത്തിയത്. പ്രകമ്പനത്തെ തുടർന്ന് വിള്ളൽ സംഭവിച്ച 2 ക്വാർട്ടേഴ്സുകളും 4 വീടുകളും സംഘം സന്ദർശിച്ചു. ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇത് ഭൂചലനമായി കണക്കാക്കാനാകില്ല. കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളൂ. സംഭവത്തിൽ ആശങ്കപ്പെടേണ്ടെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ അറിയിച്ചതായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിൻ്റെ ഉദ്യോഗസ്ഥ വിഭാഗവും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരും തഹസിൽദാരടക്കമുള്ള സംഘവുമാണ് ഇന്നിവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും അത് വിശദമായ പഠനത്തിനു ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. ചാവക്കാട് തഹസിൽദാർ ടി.പി. കിഷോർ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഹൈഡ്രോ ജിയോളജിസ്റ്റ് കെ. ലീന, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസിരാജൻ, മണത്തല വില്ലേജ് ഓഫീസർ ടി.എസ്. അനിൽകുമാർ, നഗരസഭാ കൗൺസിലർ എം.ആർ. രാധാകൃഷ്ണൻ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:15 പ്രദേശത്ത് ഭൂമിക്കടിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ഒരുക്കങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ പുലിക്കളി ഉപേക്ഷിച്ചാൽ പുലിക്കളി സംഘങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് കോർപ്പറേഷൻ ഓണാഘോഷം ഉപേക്ഷിച്ചതെന്നും യോഗം വിമർശിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടത്തുന്ന പുലിക്കളി ആഘോഷത്തിന്റെ പ്രവർത്തനങ്ങൾ പാതിവഴിയിലാണിപ്പോൾ. സംഘാടക സമിതി രൂപീകരിച്ചു. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. പല സമിതികളും ഫ്ലക്സുകളും നോട്ടീസും ഇറക്കി. എന്നാൽ കൂടിയാലോചനകളില്ലാതെ പുലിക്കളി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നാണ് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിന്റെ വിമർശനം. പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്തിട്ടില്ല. സർക്കാർ ഉത്തരവിന്റെ പേരിലാണ് പുലിക്കളിയടക്കം ഉപേക്ഷിച്ചത്. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തുകയോ പുലിക്കളി ഉപേക്ഷിച്ചത് പുനഃപരിശോധിക്കുകയോ വേണമെന്നും യോഗം കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. മുന്നൊരുക്കങ്ങൾ നടത്തിയതുമൂലം മുഴുവൻ സംഘങ്ങളും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണ്. ഈ സാഹചര്യത്തിൽ സംഘങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് യോഗം വിളിക്കണമെന്നും പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പള്ളി ശ്രീ തൃപ്പറ്റ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയോട്ടും നടന്നു.
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലു ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം. സതീഷ്, ട്രസ്റ്റി അംഗം ബി. ശരത്ചന്ദ്രൻ, വികസന സമിതി പ്രസിഡന്റ് ടി.ബി. ബാലസുബ്രഹ്മണ്യൻ, സെക്രട്ടറി കെ. ഹരികൃഷ്ണൻ, മാതൃസമിതി പ്രസിഡന്റ് രുക്മിണി ടീച്ചർ, സെക്രട്ടറി നളിനി ജയപാൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് തൃപ്പുറ്റ ക്ഷേത്ര ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് സമാഹരിച്ച തുക മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം. സതീഷ് കൈമാറി. തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ പഞ്ചവാദ്യം അരങ്ങേറി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കരകല്ലൂർ നടുവിൽമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇല്ലംനിറ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി രാമനാഥസ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചത്. ഇല്ലംനിറ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിറപുത്തിരി, ഇല്ലംനിറ എഴുന്നള്ളിപ്പ്, കതിർ വിതരണം, പുത്തിരി പായസ വിതരണം എന്നിവ ഉണ്ടായി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും നടന്നു. ഉപക്ഷേത്രമായ കരടിമല ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നിറപുത്തിരി ആഘോഷം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ഭക്തരാണ് ഇല്ലംനിറ മഹോത്സവത്തിന്റെ ഭാഗമായത്. വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിലെ 17,000 പറ പാട്ടം വന്നിരുന്ന കൃഷിഭൂമി ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. ഭൂനിയമം വന്നതോടുകൂടി മുഴുവൻ കൃഷിയും പാട്ടക്കാരുടെ കയ്യിലായി. ഇന്ന് നാമമാത്രമായി തന്നെ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഇന്ന് ഈ നിറപുത്തിരി ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ രാമായണ മാസാചരണ പരിപാടികൾ ഭക്തിസാന്ദ്രം. ഞായറാഴ്ച ക്ഷേത്രത്തിൽ ആനയൂട്ടും മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. മനുശ്ശേരി കൊച്ചയ്യപ്പൻ പ്രത്യക്ഷ ഗണപതിയായും ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വവും വഹിച്ചു. ആനയൂട്ടിനു ശേഷം പ്രസാദകൂട്ടും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വയനാട് ദുരന്തത്തിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ. ദുരന്തങ്ങൾ ലഘൂകരിക്കാൻ ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും വി.ഡി. സതീശൻ. തൃശൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട തടവുപുള്ളി ശ്രീലങ്കൻ നേവിയുടെ പിടിയിൽ. പ്രതി അജിത് കിഷൻ പെരേര പിടിയിലായത് കന്യാകുമാരിയിൽ നിന്ന് ലങ്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. ബിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനായ പെരേര പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത് അയ്യന്തോൾ കോടതി പരിസരത്ത് വെച്ച്. പട്ടാമ്പി നഗരത്തിൽ അപകട ഭീഷണിയായ പാതയിലെ കുഴികൾ അടയ്ക്കാൻ നടപടിയായി. പ്രവൃത്തി KRFBയുടെ നേതൃത്വത്തിൽ. സത്വര നടപടി ആരംഭിച്ചത് നഗരത്തിലെ കുഴിയിൽ വീണ ഇരുചക്രവാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ. അപകടക്കെണിയായി തൃശൂർ പോർട്ട് സിഗ്നൽ ജംഗ്ഷൻ. സിഗ്നൽ ജംഗ്ഷന് സമീപം ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം കൂട്ടിയിടിച്ചത് 7 വാഹനങ്ങൾ. നമസ്കാരം.